Hello students, let us discuss some questions on the chapter solution. So let's see the first question. The vapor pressure of pure liquid solvent A is given as 0.80. When a non-volatile substance B is added to the solvent, its vapor pressure drops to 0.60. The mole fraction of the component B in the solution is, you are given 4 options. So what is the question here? Here the vapor pressure of the solvent is given, which is 0.80. Now when a substance, that is a non-volatile substance, is added, the vapor pressure of the solvent decreases to 0.60. So in this problem we are given PA0 and PA. Both are given. We are asked to find out the answer of mole fraction, chi B. We have to find out. So which is the correct option, or how can we solve this problem? You see, according to the Rawls law, we know that here the lowering of vapor pressure has taken place. Vapor pressure കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 0.80 എന്നുള്ളത് എന്തായിരുന്നു? 0.60 ആവുകയാണ് ചെയ്തത്. ഇപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറാം? P0A മൈനസ് കുറഞ്ഞ വേപ്പർ പ്രഷർ എന്താണ്? PA ബൈ P0A ഈസ് ഈക്വൽ ടു chi B, അല്ലെങ്കിൽ നമ്മുടെ എന്താണ്? മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ റോൾസ് ലോ P0A ഈസ് ഗിവൺ ആസ് എന്താണ്? 0.80. PA ഈസ് ഗിവൺ ആസ് എന്താണ്? കുറഞ്ഞത് എന്താണ്? 0.60. സോ chi B ഈസ് ഈക്വൽ ടു P0A minus PA divided by P0A. On solving, we will get the correct answer as 0.25. So, which is our correct option? Our correct option is option B, that is 0.25. Now, moving on to our second question. Which of the following solution would exhibit abnormal colligative properties? Abnormal colligative properties we have already discussed. That means എന്താണ്? Van 't Hoff factor ഐയുടെ വാല്യൂ ഇതിലത്തെ ഏതിനായിരിക്കും വരിക? ഫസ്റ്റ് വൺ നോക്കുക, 0.1 molar sucrose. First option is 0.1 molar sucrose. Second is 1 molar glucose. C is 10 gram of glass powder in water. And last one is 0.1 molar NaCl. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്കറിയാം സ്യൂക്രോസും ഗ്ലൂക്കോസും എന്ത് ചെയ്യില്ല? വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യില്ല. ഇനി ഗ്ലാസ് പൗഡർ ഇൻ വാട്ടർ പറഞ്ഞെന്താണ്? ഗ്ലാസ് വെള്ളത്തിൽ ലയിക്കേണ്ടതേ അല്ല. അപ്പോൾ പിന്നെ അടുത്തത് ഏതാണ്? അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കേണ്ടത് ഏതായിരിക്കും? നമ്മുടെ ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് NaCl. വൈ ഇറ്റ് ഈസ് ഷോയിങ് അബ്നോർമൽ? കാരണം നമുക്കറിയാം നമുക്ക് 1 molar 0.1 molar NaCl ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ വാൻ 't Hoff ഫാക്ടറിൽ പഠിച്ചിട്ടുണ്ട്. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താവും? Na പ്ലസും Cl മൈനസ് ആവും. അപ്പോൾ അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതിലത്തെ ഏതായിരിക്കും കാണിക്കാം? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 0.1 molar NaCl. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ റേഷ്യോ ഓഫ് ഡെൽറ്റ TF, ദാറ്റ് ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഫോർ K4FeCN6 സൊല്യൂഷൻ. K4FeCN6നെ നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? കംപ്ലീറ്റ് അയനൈസേഷൻ നടക്കേണ്ടതിന് അസ്യൂം ചെയ്യുക. ടു ഡെൽറ്റ TF ഫോർ ഷുഗർ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ TF ഫോർ K4FeCN6 ബൈ ഡെൽറ്റ TF ഫോർ ഷുഗർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്? 5:2, 4:10, 5:1 and 4:1. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ? യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഏതാണ്? 5:1. എങ്ങനെ നമുക്ക് 5:1 കിട്ടിയത്? നോക്കുക, K4FeCN6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K4FeCN6 ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് തരും? 4K+. കംപ്ലീറ്റ് അയനൈസേഷൻ അസ്യൂം കംപ്ലീറ്റ് അയനൈസേഷൻ്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? K4FeCN6 gives 4Ks plus FeCN6 4 times. So what is the value for M? Number of particles എത്രയാണ്? 4K+ഉം ഒരു FeCN6 എന്താണ്? 5. ഇനി ഷുഗറിന് പറഞ്ഞ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐയുടെ വാല്യൂ 0 ആണ്. അയനൈസേഷൻ ഡിസോസിയേഷനും ഇല്ല, അസോസിയേഷനും ഇല്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? കംപ്ലീറ്റ് അയനൈസേഷൻ ആയാലും വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അവർ ആൻസർ വിൽ ബി എന്താണ്? ഇറ്റ് വിൽ ബി 5:1, ബിക്കോസ് ദ വാല്യൂ ഫോർ K4FeCN6ൻ്റെ കേസിൽ 5 ആണ്, പിന്നെ ഷുഗറിൻ്റെ കേസിൽ എന്താണ്? 1 ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ? മൊളാരിറ്റി, നോർമാലിറ്റി, മൊളാലിറ്റി ആൻഡ് ഫോർമാലിറ്റി. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ വരുമ്പോൾ എന്തായിരിക്കും? വോളിയൂം ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതിലത്തെ ഏതായിരിക്കും? യെസ്, യു ആർ റൈറ്റ്, മൊളാലിറ്റി. ബിക്കോസ് മൊളാലിറ്റി പറഞ്ഞ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ എന്താണ്? നമ്മൾ എന്താ എടുക്കാറ്? മാസ് ഇൻ കിലോഗ്രാം ആണ് എടുക്കാറ്. ഓക്കെ, മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും വളരെ എളുപ്പമാണ്. ദ യൂണിറ്റ് ഓഫ് മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ടി ബി. വാട്ട് ഈസ് ദ ഫോർമുല? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം, or we have to find out the unit for kb. kb is given as delta tb by m. delta t നമുക്കറിയാം എന്താണ്? കെൽവിൻ. m എന്താണ്? മോളാർ. ദാറ്റ് ഈസ് എന്താണ്? മോൾ ബൈ കെ ജി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Kelvin kg mole inverse. So our correct option is option A, that is Kelvin. Okay, let's move to our next question. The question is, if alpha is the degree of dissociation of Na2SO4, the Van 't Hoff factor I used for calculating the molecular mass is 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? Na2SO4ൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയാണ്? ആൽഫ. അപ്പോൾ ഐയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, നമ്മൾ ആൽഫയുടെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? I-1 ബൈ Y-1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് Na2SO4 എങ്ങനെയായിരിക്കും ഡിസോസിയേറ്റ് ഉണ്ടാവുക? Na2Na പ്ലസ് SO4 മൈനസ്. സോ വാൻ 't Hoff പ്രകാരം എന്താണ്? I-1 ബൈ M-1 ആണ് ആൽഫ. സോ ഐയുടെ വാല്യൂ എന്തായിരിക്കും? ആൽഫ ഇൻറ്റു M-1 പ്ലസ് 1. ഇവിടെ നോക്കുക, നമുക്കിവിടെ എന്താണ്? നമുക്കിവിടെ Na2SO4 1 ആണ്. ഡിസോസിയേഷൻ ഒന്നും നടന്നിട്ടില്ല. 0 ആണ് വാല്യൂ. ആൽഫയുടെ വാല്യൂ ആഫ്റ്റർ സം ടൈം എന്താണ്? ഡിസോസിയേറ്റ് ചെയ്തു. എത്രയാണ് ഡിസോസിയേറ്റ് ചെയ്തേ? 1 മൈനസ് ആൽഫ. സോ ദിസ് ബിക്കം 2 ആൽഫ പ്ലസ് ആൽഫ. സോ അറ്റ് ഇക്വിലിബ്രിയം ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാച്ച ഐയുടെ വാല്യൂ നമുക്ക് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്? ആൽഫ, വാട്ട് ഈസ് ദ വാല്യൂ ഫോർ എം? 2 പ്ലസ് 1 3 അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് എത്രയാണ്? 3 മൈനസ് 1 പ്ലസ് 1. സോ അവർ ഓപ്ഷൻ ഈസ് എന്താണ്? ആൻസർ ഈസ് എന്താണ്? 1 പ്ലസ് 2 ആൽഫ. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ്? ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, സി അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിക്വിഡ് പെയർ ഷോസ് എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ? 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ കാണിക്കേണ്ടത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഓർത്ത് വയ്ക്കുക, ജനറലി നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക ഏതായിരിക്കും? മോസ്റ്റ്ലി ആസിഡ്സ് ആണ് എന്ത് കാണിക്കുക? നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക. പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കേണ്ടതോ? ആൽക്കഹോൾസ്, കാർബൺ ഡൈസൾഫൈഡ് CS2, CCl4 ഇതെല്ലാമാണ് എന്ത് കാണിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക ജനറലി ഏതാണ്? Negative deviation is generally or mostly shown by acids and positive deviation is shown by alcohols, CS2, CCl4. അപ്പോൾ അതിൻ്റെ മുകളിൽ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിക്വിഡ് പെയർ ഷോസ് എ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയിലും നോക്കുക, എന്തുണ്ട്? നമുക്ക് HClഉം HNO3യും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആസിഡ്സ് ജനറലി ഏതാ കാണിക്കുക? നെഗറ്റീവ് ഡീവിയേഷൻസ് ആണ് കാണിക്കുക. പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക ഏതായിരിക്കും? ആൽക്കഹോൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ നോക്കുക, ബെൻസീൻ ആൻഡ് മെഥനോൾ ഈസ് ഗിവൺ ആൻഡ് ആൽക്കഹോൾ ഈസ് ദാറ്റ്. സോ ഡെഫിനറ്റ്ലി ഏതായിരിക്കും നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ഷോസ് ദ പോസിറ്റീവ് ഡീവിയേഷൻ. എന്നാൽ ഇപ്പോൾ പറഞ്ഞ ബേസിസിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, നെഗറ്റീവ് ഡീവിയേഷൻ from Rolle's law is observed in which of the following binary liquid mixture? നെഗറ്റീവ് ഡീവിയേഷൻ ഏതാ അതിൽ കാണിക്കുക? തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? എഥനോൾ ആൻഡ് അസിറ്റോൺ, ബെൻസീൻ ആൻഡ് ടോളുവിൻ, എസിറ്റോൺ ആൻഡ് ക്ലോറോഫോം, ക്ലോറോ ഈഥെയ്ൻ ആൻഡ് ബ്രോമോ ഈഥെയ്ൻ, എസിറ്റോൺ ആൻഡ് CS2. ഇതിൽ ഏതായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കാൻ? യു ഫൈൻഡ് ഔട്ട്. സിമിലർലി ടു വൺ അനദർ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ മോളാരിറ്റി ഓഫ് 900 gram ഓഫ് വാട്ടർ. മോളാരിറ്റി കണ്ടുപിടിക്കണം. എത്ര? 900 gram ഓഫ് വാട്ടർ. ഓപ്ഷൻസ് എന്താണ്? 50 മോളാർ, 55.5 മോളാർ, 5 മോളാർ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് cannot be calculated. So try to find out what will be the answer for this
2 questions. Thank you.